ഇപ്പോൾ മുതലപ്പുഴയിലേക്ക് തിരികെ പോവുകയാണ്. അവിടെ ചർച്ച അവസാനിച്ചു കഴിഞ്ഞു. അതിനുശേഷം സമരസമിതി നേതാക്കൾ ആവശ്യപ്പെട്ട കാര്യങ്ങളും അവർ അംഗീകരിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമ്മൾ ആവശ്യപ്പെട്ടത് ഇവിടെ കിടക്കുന്ന 2 ട്രെജറും 20 മണിക്കൂറും വർക്ക് ചെയ്യുക, 10ഓളം JCB, നിലവിലുള്ള 4 JCB എന്നുള്ളത് അത് എണ്ണം വർദ്ധിപ്പിച്ച് 10 JCB ആക്കുക. മണൽ അടിച്ചിരുന്ന താഴമ്പള്ളിയിൽ അടിച്ചിരുന്ന മണലുകൾ ബണ്ട് കെട്ടി സൂക്ഷിക്കുക. മറ്റൊന്ന് ടെട്രാ പാഡുകൾ എടുത്തു മാറ്റുക. കൃത്യമായി ഡ്രഡ്ജിംഗ് ജോലികൾ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെയും അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളിയായ ഈ പ്രദേശവാസിയെ കൂടെ ഉൾപ്പെടുത്തി ഒരു ടീമിനെ റെഡിയാക്കുക. ഇതായിരുന്നു നമ്മൾ ആവശ്യപ്പെട്ടത്. അതിൽ അവർ പറഞ്ഞതിൽ ഈ ഡ്രഡ്ജിങ് നാളെ മുതൽ 10 മണിക്കൂർ വലിയ ഡ്രഡ്ജറിന് ആരംഭിക്കും. അതേപോലെ തന്നെ നാളെ തന്നെ ഇപ്പോഴുള്ള 4 JCB എന്നുള്ളത് 7 JCB ആയിട്ട് വർദ്ധിപ്പിക്കുകയും ചൊവ്വാഴ്ച മുതൽ 10 JCB ആയിട്ട് വർദ്ധിപ്പിക്കാമെന്ന് അവർ അംഗീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ബണ്ട് കെട്ടാനുള്ളത് നാളെ തന്നെ അതിൻ്റെ നടപടികൾ ആരംഭിക്കും. ബണ്ട് കെട്ടി മണ്ണിൽ സൂക്ഷിക്കുക എന്നുള്ളത് നാളെ തന്നെ ആരംഭിക്കും. പിന്നെ ഉള്ള ചെറിയ ട്രെജറിൻ്റെയാണ്. ചെറിയ ട്രെജർ നിലവിൽ അതിൻ്റെ ടെൻഡർ വെച്ചിട്ടില്ല. ടെൻഡർ നടപടി നാളെ കൊണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച മുതൽ അത് ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ചെറിയൊരു വിഷയമുള്ളത്, അത് ചേറ്റുവയിൽ ഹാർബറിൽ നിന്ന് കൊണ്ടുവന്നത് കൊണ്ട് അവിടെ ചില വിഷയങ്ങൾ നിലവിൽ നടക്കുന്നുണ്ട്. കൂടാതെ അവിടുത്തെ ലോക്കൽ MLA ആയ അക്ബർ എന്നുള്ള MLA അദ്ദേഹം കൂടി അനുവദിച്ചാലേ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അദ്ദേഹവുമായി നമ്മൾ സംസാരിക്കാനുള്ള ലെവലുകളിൽ സംസാരിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. നിലവിലെ ഈ വിഷയങ്ങൾ ഇവിടെ പരിഹരിക്കുന്ന കൂട്ടത്തിൽ അവിടെ ചേറ്റുവയിലെ വിഷയങ്ങൾ പരിഹരിക്കേണ്ടത് ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികളെ. അതുകൊണ്ട് ഇവിടുത്തെ വിഷയം പരിഹരിച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ 10 ദിവസത്തിനുള്ളിൽ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അത് നമ്മൾ വിട്ടുകൊടുക്കുന്നതിൽ യാതൊരു തടസ്സവും കാണിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വക കാര്യങ്ങൾ അവർ അംഗീകരിച്ചിട്ടുമുണ്ട്. അത് ഈ പറഞ്ഞ കാര്യങ്ങൾ നാളെ മുതൽ വലിയ ട്രെജറും 7 JCBയുടെ വർക്കുകൾ നാളെ മുതൽ തുടങ്ങുകയും ഈ ബണ്ടിന്റെ പരിപാടി നാളെ തുടങ്ങും. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള മുഴുവൻ അംഗീകരിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ളത് എഴുതി വാക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ലെറ്റർ അത് എഴുതി കൃത്യമായിട്ട് നമ്മളത് എഴുതി മേടിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞതിലുള്ള വീഴ്ച ഇതൊന്നും വെച്ചാൽ ചെറിയ ട്രെജറിൻ്റെ ആണ്. നമുക്കറിയാം, ചെറിയ ട്രെജറാണ് ഇവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്തത്. അത് ചൊവ്വാഴ്ച മുതൽ ഉറപ്പായിട്ട് ചെയ്യാമെന്ന് തന്നിട്ടുണ്ട്. നാളെ തന്നെ കൊട്ടേഷൻ വിളിക്കുകയും തിങ്കളാഴ്ച തന്നെ അതിൻ്റെ പേപ്പർ വർക്കുകൾ ക്ലിയർ ചെയ്ത് ചൊവ്വാഴ്ച മുതൽ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ വിഷയങ്ങളുടെ സമരങ്ങളുടെ ഇടയിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി. ആ അനിഷ്ട സംഭവത്തിൽ ഇവിടെ ഒരു ചെറിയ ഗ്ലാസ് പൊട്ടുന്ന ഒരു അവസ്ഥയുണ്ടായി. അത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ സാന്ത്വന വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാന്ത്വന, ചർച്ച സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? നാളെ മുതൽ ഡ്രഡ്ജർ പ്രവർത്തിപ്പിക്കാനുള്ള ധാരണയിൽ എത്തിയിട്ടുണ്ടോ? അനീഷ, ചർച്ച സമവായത്തിൽ എത്തിയെന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയുവാൻ സാധിക്കില്ല. കാരണം ഇതിപ്പോൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മത്സ്യത്തൊഴിലാളികൾക്ക് മുൻപിൽ അല്ലെങ്കിൽ സമരസമിതിക്ക് മുമ്പിലേക്ക് വെച്ച ഒരു അദ്ദേഹത്തിന്റേതായ തീരുമാനങ്ങളാണ്. ഇതൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ ചർച്ച സമവായത്തിലേക്ക് എത്തിയെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഈ സമരസമിതിയുടെ ഭാഗത്തു നിന്ന് 4 പേര് മാത്രമായിരുന്നു ഈ ചർച്ചയിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് പോയത്. മറ്റുള്ള ആളുകൾ ഈ ഒരു ഓഫീസിന്റെ പുറത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തങ്ങളോട് പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ, അല്ലെങ്കിൽ സമവായ നീക്കങ്ങളായി അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നാണ് സമരസമിതിക്ക് വേണ്ടി പോയ ആളുകൾ ഇപ്പോൾ വന്ന മറ്റ് മത്സ്യത്തൊഴിലാളികളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ ഇനി സംസാരിച്ച് ചർച്ച ചെയ്ത് ഇതിൽ അവർ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ഉപരോധം ഇവിടെ അവസാനിക്കുകയുള്ളൂ. അല്ലെങ്കിൽ 10 മണിക്കൂറിലും ഈ ഒരു ഉപരോധം നീണ്ടുപോകുന്ന കാഴ്ച തന്നെ നമ്മൾ കാണേണ്ടതായി വരുമെന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കുറെ നാളുകളായി അവർ ഇത്തരത്തിലുള്ള പല ഉറപ്പുകളും കേൾക്കുന്ന മനുഷ്യരാണ്. ഈ ചന്ദ്രഗിരി ഡ്രഡ്ജർ കൊണ്ടുവരുന്ന കാര്യത്തിൽ പോലും മെയ് 15-നകം ഇവിടെ ഉണ്ട് പൂർണ്ണമായും മണ്ണ് മുഴുവനായും നീക്കിക്കൊണ്ട് ഈ ചന്ദ്രഗിരി ഡ്രഡ്ജർ തിരിച്ച് കണ്ണൂരിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പ് പോലും നൽകിയിരുന്നതാണ്. പക്ഷെ നമ്മൾ അതിന്റെ സ്ഥിതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കണ്ടതാണ് അനീഷ. ഈ 20 ദിവസമായിട്ടും ആകെ അത് പ്രവർത്തിച്ചത് 14 മണിക്കൂറാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും നാളെ മുതൽ 10 മണിക്കൂർ വർക്ക് ചെയ്യും, തിങ്കളാഴ്ച മുതൽ 20 മണിക്കൂർ അവർ പ്രവർത്തിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഉറപ്പായി എഴുതി ഒപ്പിട്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയിരിക്കുന്നത്. പക്ഷെ അതിൽ എത്രത്തോളം വിശ്വാസം ശരി, ഏതായാലും മുതലപ്പുഴയിലെ ചർച്ച അവസാനിച്ചിരിക്കുന്നു. പക്ഷേ എപ്പോഴും സമവായത്തിലെത്തി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതേസമയം തന്നെ അധികൃതർ മുന്നോട്ട് വെച്ച കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഇവിടുത്തെ സമരസമിതി നേതാക്കൾ.